ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എൻ്റെ സ്റ്റൈലിലൊരു കബ്സയാണ്. അതിന് വേണ്ടിയിട്ട് 1.5 കിലോ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഉപ്പും തൈരിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 ഗ്ലാസ് ബസ്മതി റൈസ് കഴുകി ഒന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം അത് അവിടെ ഇരുന്നോട്ടെ. ആ സമയം നമുക്ക് മന്തി ഉണ്ടാക്കണം. പാത്രം വെച്ച് ചൂടാകുമ്പോഴും 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഒട്ട് നമ്മുടെ സ്പൈസസ് ആയിട്ടുള്ള കുരുമുളക്, മല്ലി, ഏലക്ക, പട്ട, ഗ്രാമ്പു ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. അത് പൊട്ടി വരണവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്ത് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു റൈസ് ഐറ്റം തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും, അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. ഇനി അതിലോട്ട് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ ജീരകമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 2 ടൈപ്പ് ജീരകവും 1 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി മൂപ്പിച്ചെടുക്കണം. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ പച്ച മണം ഒന്ന് മാറി നന്നായിട്ട് മൂത്ത് വരണ വരെ വഴറ്റി കൊടുക്കാം. അത്യാവശ്യം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ്. അതും കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ അടിപൊളിയാണ്, അതുകൊണ്ട് ഈ ഒരു റൈസിൽ ഒട്ടും തന്നെ ക്യാപ്സിക്കം സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു ടൈമിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ മാഗി ക്യൂബ് ഇടണുണ്ട്, അതുകൊണ്ട് തന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്താൽ മതി. അതൊന്നും വേണ്ടി വരട്ടെ. ഇനി പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 സ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാലയാണ്. പിന്നെ അതിലോട്ട് 2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം എരിവ് വേണ്ടവർക്ക് 3 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ കബ്സ മസാല ഒക്കെ ഉണ്ടെങ്കിൽ അതും 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ചിക്കൻ മസാലയാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ 1 സ്പൂൺ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പൊടികളും ആ മസാലയിലൊന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. പിന്നെ ഓയിൽ പോരെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒരു വലിയ പഴുത്ത തക്കാളി എടുത്ത് നന്നായിട്ട് പേസ്റ്റാക്കി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ 2 തക്കാളി ചെറുതായാലും മതി. എന്നിട്ട് എല്ലാം കൂടെ ആ മസാലയും എല്ലാം ഒന്ന് മിക്സാക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത്രയും മസാല കൊണ്ട് തന്നെ നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള റൈസ് കിട്ടും. അതുപോലെ ഇത് 10 പേർക്ക് കഴിക്കാനുണ്ടാവും. ഫൈനലി നമുക്ക് ഒരു മാഗി ക്യൂബ് ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുക. അത് ആ മസാലയിൽ നന്നായിട്ട് കുത്തി ഉടച്ച് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഓരോ പീസ് ചിക്കനും കൂടെ നിരത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കനും എല്ലാ പീസുമേയും ഫോർക്ക് വെച്ച് കുത്തി കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല പിടിച്ചിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. എല്ലാ പീസ് ചിക്കനും ഇതുപോലെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ തൈരും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. എത്രയും ടൈം കൂടുതൽ വെക്കണം അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ അത് കഴുകിയെടുത്താണ്. അപ്പോൾ ഓരോ പീസിലും നമ്മുടെ ആ മസാല കോട്ടായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ തന്നെ ഇളക്കി ഇങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ച് വേവിക്കുമ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരും. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ചിക്കൻ വെന്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഗ്രേവിയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. നമ്മൾ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 6 ഗ്ലാസ് വെള്ളം വേണം, ഇരട്ടി വേണം വെള്ളം. പക്ഷേ ഈ ഒരു മസാല 1 ഗ്ലാസ്സോളം ഉണ്ടായിരുന്നു, ബാക്കി 5 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ അരിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി എടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ 2-3 പച്ചമുളകും 1 ഉണക്കനാരങ്ങയും കൂടി ഇട്ട് കൊടുക്കുക.
ഇനി ഇത് മൂടി വെച്ച് വേവിക്കുക. അതേസമയം നമ്മൾ മാറ്റി വെച്ച ആ ചിക്കൻ ഓരോ പീസും സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. ഇതാ നമ്മുടെ റൈസ് കുറച്ചും കൂടെ വെള്ളം വറ്റി വരാനുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഞാൻ തുറന്ന് നോക്കിയായിരുന്നു. ഫൈനലി നമ്മുടെ കബ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അറേബ്യൻ സ്റ്റൈലിലൊന്നുമല്ല, നമ്മളുടെ എളുപ്പത്തിന് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ ഒരു ചമ്മന്തി ഉണ്ട്, ടൊമാറ്റോൻ്റെ ചമ്മന്തി, നാരങ്ങ അച്ചാറും പപ്പടവും കൂടി ഉണ്ട്. വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.